സൂറത്തുൽ മുൽക്കിലെ ചില പദങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ പദങ്ങളും അവസാനിക്കുന്നത് റായിലാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഊന്നൽ നൽകുന്നതും. മാത്രമല്ല ഈ പദങ്ങളൊക്കെയും ഓരോ ആയത്തിന്റെ എൻഡിൽ അവസാനത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. റായിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചിലയിടങ്ങളിൽ തർക്കീഖായിരിക്കും, ചിലയിടങ്ങളിൽ തഫ്ഹീമായിരിക്കും. അതായത് ചില സ്ഥലങ്ങളിൽ നമ്മളത് കനം കുറച്ച് ഉച്ചരിക്കണം, ചില സ്ഥലങ്ങളിൽ കനം കൂട്ടി ഉച്ചരിക്കണം. ര റ. ഇവിടെ എല്ലായിടങ്ങളിലും അത് ഉച്ചരിക്കേണ്ടത് കനം കുറച്ചുകൊണ്ടാണ്. തർക്കീഖാണ് ഇവിടെ നമ്മുടെ ഉച്ചാരണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സുക്കൂനുള്ള യാഇന് ശേഷം സുക്കൂനുള്ള റാ വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് സംശയം വരും. ഇവിടെ എവിടെയാണ് സുക്കൂനുള്ള യാ? അതായത് ഇവിടെ ഉള്ളതെല്ലാം മദ്ദക്ഷരമാണ്. എല്ലാ മദ്ദക്ഷരങ്ങളുടെയും സ്ഥായിയായ ഭാവം സുക്കൂനാണ്. അപ്പൊ നമ്മളിവിടെ ഉള്ളത് സാക്കിനായ യാ ആണ്, സുക്കൂനുള്ള യാ ആണ്. അപ്പൊ അത് ക്ലിയർ ആയി. രണ്ടാമത്തെ സംശയമാണ് റാ എന്ന അക്ഷരത്തിനും നമ്മളിവിടെ സുക്കൂനൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത്. അതായത് ആദ്യത്തേത് ദമ്മത്തൈനിയാണ്, രണ്ടാമത്തേത് കെസ്റാണ്, മൂന്നാമത്തേത് ദമ്മാണ്. അപ്പൊ പിന്നെ അങ്ങനെ അത് ശരിയാവും എന്നൊരു സംശയം നമുക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പദങ്ങളൊക്കെയും ആയത്തിന്റെ അവസാനത്തിലാണ് ഉള്ളത്. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സുക്കൂനിലാണ് അവസാനിപ്പിക്കുക. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനിലാണ് അവസാനിപ്പിക്കുക. അപ്പൊ അവിടെ ഒരു താൽക്കാലിക സുക്കൂൻ ഉണ്ട്. അപ്പോ സുക്കൂനുള്ള യാഇന് ശേഷം സുക്കൂനുള്ള റാ. അപ്പൊ എന്താവണം? റാ തർക്കീക്കാക്കി നമ്മൾ ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ പാരായണം വരിക? ഖാസിഅൻ വഹുവ ഹസീർ വഅഅതദ്നാ ലഹും അദാബസ് സഈർ. സഈർ എന്ന് നമ്മൾ പറയാൻ പാടില്ല. വബിസൽ മസീർ. മസീർ എന്ന് നമ്മൾ പറയാൻ പാടില്ല. അലം യഅതികും നദീർ. നദീർ. ഖബീർ. കബീർ. സഈർ.